You have to believe in yourself. Set your goals high and never give up. Ignore the haters and remember that hard work pays off. Hi all, assalamu alaikum. Welcome back to Moose Plan. ഹായ് ഓൾ. അപ്പോൾ ഇന്നൊരു വീഡിയോ ഉമ്മാനെ കുറിച്ചാട്ടോ ചെയ്യുന്നത്, മദർഹുഡ്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയാണ് മെയിനായിട്ട് എൻ്റെ ലൈഫിലൊരു മോട്ടിവേറ്റർ, അല്ലെങ്കിൽ എൻ്റെ മെയിൻ എന്താ പറയുക ഹിഡൻ ജെം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, ആരെയും മൈൻഡ് ചെയ്യൂല. അതായത് എന്ത് പുള്ളിയുടെ ലാസ്റ്റ് പുള്ളിക്കാരി ഒറ്റക്കായാലും എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ശരി, എൻ്റെ കൂടെ എന്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഉമ്മച്ചി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ വിളിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് എന്തും നല്ല ഗൈഡൻസ് നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു തരികയും എനിക്കൊരു മോട്ടിവേഷൻ തരികയും ചെയ്യുന്ന അള്ളാഹു തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ ഉമ്മച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മച്ചി ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ സ്ട്രഗിൾസും ഫേസ് ചെയ്തതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉമ്മച്ചീനെ ഇതേപോലെ ഒരു എന്തോ ആവശ്യത്തിന് വിളിച്ചപ്പോൾ, ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്, എന്നെ വിളിക്കുമ്പോൾ ഉമ്മച്ചി എനിക്ക് തന്ന കുറച്ച് അഡ്വൈസ് ഉണ്ട്. അതാണ് ഇന്ന് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ഉമ്മച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നമ്മൾ തുനിഞ്ഞിറങ്ങണം. ബിലീസ് തട്ടിമാറ്റി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ ബിലീസിനെ തട്ടിമാറ്റിക്കൊണ്ട് നമ്മൾ മുന്നേറണം. അതുമല്ല എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നു നടക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ നാളെ ചെയ്യാം, ഇന്ന് ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം ഞാനൊക്കെ. അപ്പോൾ എന്താ വേണ്ടത്, നമ്മളൊന്ന് പരിശ്രമിക്കണം. നമ്മുടെ ദുആ ആണെങ്കിലും നീ പരിശ്രമിക്കണം, എങ്കിലേ. അപ്പോൾ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് തന്നതാട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു ബൂസ്റ്റർ പാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ പൊതുവേ ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും പഠിക്കണം പറയണല്ലാണ്ട് അതിനുള്ള എഫേർട്സ് അങ്ങനെ എടുക്കണമെന്നില്ല. അപ്പോൾ എന്നെ അത് നല്ലോണം ഉപദേശിച്ച് തന്നതാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ ഇതേപോലെ മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേസ്, മദർഹുഡ് എന്നുള്ള ഫേസ് ഈസി ആയിരിക്കും. സോ അതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ RJ ജോസഫ് അന്നൻകുട്ടി ജോസിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ. ഇപ്പം നല്ല വൈറലായിട്ടുള്ള ഒരു ക്ലിപ്പാണ്. മദറിനെ കുറിച്ച് തന്നെയാണ്. അമ്മ എന്നുള്ളത് ഏറ്റവും ടഫസ്റ്റ് ജോബാണ് ലോകത്തിലെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും അത് ടഫസ്റ്റ് ആക്കുന്നത് അവരുടെ കൂടെ ഉള്ളവരാണ് അല്ലേ. അവരുടെ കൂടെ സ്നേഹവും അതുപോലെ അവരെ സപ്പോർട്ടും അവരെ സഹായിക്കാനും ആളുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ ജോബ് എന്ന് പറയുന്നത്, ആ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. ഒരു അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഷ്യസ് മൊമെൻ്റ് ആണ്. സോ ആ ഒരു ഫേസിനെ അത്രയും സ്ട്രഗിൾ അല്ലെങ്കിൽ അത്രയും ടഫസ്റ്റ് ആക്കി മാറ്റുന്നത് ആ സ്ത്രീയല്ല, സ്ത്രീയുടെ കൂടെ ഉള്ളവരാണ്. കാരണം അവർക്ക് ഏറ്റവും അവർ ആഗ്രഹിക്കുന്ന, അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണത്. ആ സമയത്ത് അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലാതെ വരുമ്പോഴാണ് അത് ഏറ്റവും വലിയ ടഫസ്റ്റ് ആയിട്ട് മാറുന്നത്. സോ ഈക്വൽ എഫേർട്സ് എല്ലാ ചുറ്റിനും കിട്ടുമ്പോൾ ആ ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നല്ലൊരു മൊമെൻ്റാണ്. അവരുടെ ലൈഫിൽ ഏറ്റവും പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു ലൈഫാണ് കുട്ടികളെ വളർത്തുക, കുട്ടികളുടെ ഒപ്പം വളരുക എന്നുള്ളത്. അപ്പോൾ മദർഹുഡിനെ ഒരു ബാറ്റിലാക്കി മാറ്റുന്നത് നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ചെറുക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ബാരിയറായിട്ട് നിൽക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാലാണ് നമുക്ക് ഈ ഫേസ് ഈസിയാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. is the toughest profession in this world. ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലി ഏതാണ്? അതിനവർ പറഞ്ഞ മറുപടി the profession of a mother. ഒരമ്മ എന്ന ജോലിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും കഠിനമായ. മക്കൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഡോമിൻ്റെ വാട്ടർ കളർ ട്യൂബാണ് കേട്ടോ. നല്ല ഒരു സുപ്പീരിയർ പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ്, വലിയ റേറ്റും ഇല്ല. അപ്പോൾ എനിക്ക് കോംബോയിലാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ആകെ 200 ആണ് ഇതിന് സ്പെൻഡ് ആക്കിയേക്കണേ. അപ്പോൾ എന്തായാലും കളറ് ചെയ്യാൻ ഇഷ്ടമുള്ള മക്കൾക്ക് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോന് ഭയങ്കര ഇഷ്ടമാണ് കളറടിക്കാനും ഒക്കെ. അപ്പോൾ അവനിത് കണ്ടപ്പോൾ തന്നെ ഉടനെ എന്നെ കൊണ്ട് അത് ഓപ്പൺ ചെയ്യിച്ച് അത് പേപ്പറൊക്കെ എടുത്തു കൊടുക്കാൻ പറഞ്ഞ് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ
പണിക്കുറ്റം തീരണവർ അതുമ്പോൾ തന്നെ ഇരിക്കും മിക്കവാറും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ. ബ്രഷ് നല്ല ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ബ്രഷാണ്. അതിൻ്റെ കൂടെ തന്നെ കളറാണെങ്കിലും ട്യൂബിനകത്താണ് നമുക്ക് കൊണ്ടുപോകാനും എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ ട്രാവലിംഗ് പർപ്പസിലും നമുക്ക് കുട്ടികൾക്ക് കളറടിക്കാൻ കൊടുക്കാനൊക്കെ പറ്റിയ ഒരു സംഭവം കേട്ടോ. ബ്രഷിൻ്റെ കൂടെ നല്ല അടിപൊളി ക്യാപ്പൊക്കെ ഉണ്ട്. അങ്ങനെ മോനത് അപ്പം തന്നെ പൊട്ടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവന് കളറടിക്കാനിരിക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ആളും കൂടെ വന്നിട്ട് അതൊക്കെ എടുത്ത് പൊട്ടിച്ച് അലങ്കോലാക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ മുഖമൊക്കെ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും ഡ്രോയിങ് ഒക്കെ നടത്തും. അങ്ങനെ കളറടിക്കാനൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ കോംബോ ആയതുകൊണ്ട് എനിക്ക് രണ്ടുപേർക്കും ഓരോന്നോരോന്ന് വാങ്ങാൻ കിട്ടുകയും ചെയ്തു. നല്ല നോൺ ടോക്സിക് ആയിട്ടുള്ള കളറാട്ടോ, പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. സോ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഡോമിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ 12 ഷെയ്ഡ് അതിനകത്ത് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഡ്രോയിങ് പ്ലേറ്റും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ മോൻ അവിടെ ഇരുന്ന് വരയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഞാൻ വേറെ 2 ഐറ്റംസ് വേറെ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് അവർക്ക് വേണ്ടി തേക്കാൻ പറ്റിയ മറ്റേ ക്രീമും കാര്യങ്ങളാണ്. അത് കാണിച്ചു തരാം. അപ്പോൾ മോൻ അതിനിടയിൽ അവസാനം വരച്ചതും അവിടെ ആകെ മെസ്സാക്കിയിട്ടിട്ടുണ്ട്. അവസാനം ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത്. ആൾ പ്രീ KG ആയതുകൊണ്ട് വലിയ സ്കില്ലിലോട്ട് എത്തിയിട്ടില്ല, എന്നാലും അറിയാവുന്ന പോലെയൊക്കെ അങ്ങോട്ട് എത്തിക്കും. അപ്പോൾ ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. മാമരത്തിൻ്റെ ബേബി സോപ്പാണ്. നല്ലൊരു സോപ്പാട്ടോ. ബേബി pH 515 ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സോപ്പാണ്. അതുപോലെ SLS ഫ്രീ ഒക്കെയാണ്, പാരബിൻ ഫ്രീ ആണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കമ്പനിയിൽ യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ മദർ സ്പർഷിൻ്റെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും 75 ഗ്രാമിൻ്റെ 2 വെച്ചിട്ട് വാല്യൂ പാക്ക് ആട്ടോ. അപ്പോൾ മദർ സ്പർഷിൻ്റെയും കൂടി ഓർഡർ ചെയ്തു, ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. മാമരത്തിൻ്റെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി മദർ സ്പർഷിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്താട്ടോ. അപ്പോൾ സംഭവം രണ്ടും നല്ല നാച്ചുറൽ ബേസ്ഡ് സോപ്പുകൾ തന്നെയാണ്. ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഒരു 75 ഗ്രാമിൻ്റെ ആകുമ്പോൾ 249 ആണ്. നമുക്ക് എന്താ പറയുക 2 ഇതിൽ യൂസ് ചെയ്യാനുണ്ടാവും. നല്ല പാക്കേജ്, അടിപൊളി പാക്കേജും, അങ്ങനെ വലിയ സ്മെല്ലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം സ്കിൻ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ നമുക്ക് സെൻസിറ്റീവായിട്ടുള്ള സ്കിൻ ടൈപ്പിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് മദർ സ്പർഷിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മാമാർത്തിൻ്റെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. മദർ സ്പർഷിൻ്റെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. അവരുടെ പാക്കേജിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ബേബി സോപ്പ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പാരബൻ ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ തന്നെ SLS and SLES ഫ്രീ ആയിട്ടുള്ള ടൈപ്പ് വേണം യൂസ് ചെയ്യാൻ. pH വാല്യൂ 5 മെയിൻറ്റെയിൻ ചെയ്യണ സോപ്പുകൾ നമ്മളൊരു 8 ഇയർ വരെ അത് തന്നെ യൂസ് ചെയ്യണതായിരിക്കും ബെറ്റർ കുട്ടികളുടെ സ്കിന്നിന്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയതാട്ടോ മാമാർത്തിൻ്റെ റോളർ. അത് നമ്മുടെ മോസ്കിറ്റോ റോളറാണ്. ബേബീസിനൊക്കെ യൂസ്ഫുള്ളാണ്. കുറച്ച് അത്ര യൂസ്ഫുള്ളാണെന്ന് വെച്ചാൽ കുറച്ചൊരു 4 മണിക്കൂറൊക്കെ നിൽക്കും. അല്ല അങ്ങനെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഒന്ന് കൊതുകിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നാച്ചുറലാണ്. 8 hour പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും ഒരു 4 hour ഒക്കെ എന്തായാലും കിട്ടും. ഞാനിത് 3rd ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വാങ്ങിയ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ആമസോണിൽ വേണ്ടവർ പോയിട്ട് നോക്കാം.